ഒരു യുദ്ധം മറ്റൊരു രാജ്യത്ത് നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്നതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ പാചകവാതക സിലിണ്ടറിൻ്റെ പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പാചകവാതക വിതരണത്തിലുണ്ടായ വലിയ ഇടിവും കുതിച്ചുയരുന്ന വിലയും വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ കടുത്ത ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധിയെ കുറിച്ച് നമുക്ക് നോക്കാം. സബ്സിഡിയില്ലാത്ത സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരുടെ 11 ബജറ്റ് മാസത്തിനിടെ ഇത് വലിയ രീതിയിൽ താളത്തിനുണ്ടാകുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമം മുംബൈ, ബാംഗ്ലൂർ തുടങ്ങിയ വൻകിട നഗരങ്ങളെ സാരമായി ബാധിച്ചു. മുംബൈയിലെ 20% ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഗ്യാസ് ലഭ്യമായില്ലാത്തതിനാൽ ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതാണ് നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ഭക്ഷണവില വർദ്ധിക്കുന്നതിലും 10,000-കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനമാർഗം മുട്ടുന്നതിനും കാരണമാകും. ആഗോള വിതരണ ശൃംഖലയിലുണ്ടായ ഈ തടസ്സങ്ങൾ കേരളത്തിലും പാചകവാതക ലഭ്യതയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രതിസന്ധി രൂക്ഷമായതോടെ അധികമായ ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം പൂർണ്ണമായും ഗാർഹിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.